പുതിയ തലമുറയുടെയും മമ്മൂട്ടി മോഹൻലാൽ അടക്കമുള്ള പഴയ തലമുറയുടെ സിനിമകൾ ഇപ്പോഴും സജീവമാണ്. പുതിയ തലമുറ സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു, മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടം ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഫാൻസുകാർ അവർക്കിഷ്ടമുള്ളവരെ കൂടുതൽ പൊക്കിക്കൊണ്ടിരിക്കുന്നു. ഈ പൊക്കുന്നതിനിടയിൽ നല്ല സിനിമയെ സ്നേഹിക്കുന്നവർ എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അത് മറ്റൊരാൾക്ക് എതിരായി തോന്നുന്നു. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ ഈ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുക, ഇനി വരാനിരിക്കുന്നു. അതിനിടയിൽ ചെറുപ്പക്കാരുടെ ചില സിനിമകൾ വരുന്നുണ്ട്. ആ സിനിമകൾക്കൊക്കെ ഇതുവരെ ഇറങ്ങിയ മിക്ക സിനിമകൾക്കൊക്കെ മിനിമം ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അവർ കഥയുടെ ലോജിക്കോ മറ്റോ നോക്കാണെങ്കിൽ അത് പ്രേക്ഷകർക്ക് ഒരു വിഭാഗത്തിന് നന്നായി ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താ വേണ്ടേ? നമ്മൾ എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കുക, നല്ല സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അത് വലുപ്പ ചെറുപ്പം നോക്കാതെ, മമ്മൂട്ടിയെ നോക്കാതെ, മോഹൻലാലെ നോക്കാതെ, പൃഥ്വിരാജിനെ നോക്കാതെ, ആരെയും മുഖം നോക്കാതെ നല്ല സിനിമ കണ്ട് ആസ്വദിക്കുക. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്, കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ ഫാൻസുകാരെന്ന് പറഞ്ഞാൽ പരിചയമുള്ളവരാണ്. അവർ ചെറിയൊന്നും പറഞ്ഞില്ല, വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാൻ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ചേട്ടന് ഇപ്പോൾ നമുക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വിട്ടുമാറാൻ പറ്റാത്തത്. ചേട്ടൻ പത്രത്തിൽ വർക്ക് ചെയ്യുമ്പോഴും വാരികയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒക്കെ ഈ മമ്മൂട്ടിയുടെ ഫാനാണ്. ശരിക്കും മമ്മൂട്ടിയുടെ ഫാനായിക്കോ, പക്ഷേ മമ്മൂട്ടിയുടെ ഫാനാകുമ്പോൾ മറ്റുള്ളവരെ മോശപ്പെടുത്തുന്നതിനാണത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ലാലേട്ടൻ്റെ എമ്പുരാൻ റിലീസ് ചെയ്തില്ലേ? എമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ പറഞ്ഞു, ബെസ്റ്റ് മേക്കിംഗ് ഒക്കെ അതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ 50 മാർക്കല്ലേ കൊടുത്തുള്ളൂ. അതേ സ്ഥാനത്ത് മമ്മൂട്ടിയുടെ ബസൂക്ക ഇപ്പോൾ ഇറങ്ങി. ബസൂക്ക ഇറങ്ങിയപ്പോൾ ആദ്യ ദിവസം എന്തുമാത്രം പൊക്കലാ ചേട്ടൻ പൊക്കിയത്. അപ്പോൾ മമ്മൂട്ടിയെ പൊക്കിയിട്ട് മോഹൻലാലിനെ താഴ്ത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? പേടിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്താലും മോഹൻലാലിനെ തുടച്ചു നീക്കാൻ പറ്റില്ല. അതിൻ്റെ ഉദാഹരണമാണ് വരുന്ന 25-ാം തീയതി റിലീസ് ചെയ്ത് തുടരും. ഞാൻ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിന്നു. എനിക്ക് പരിചയമുള്ള ചെറുപ്പക്കാരാണ്. അത് ദേഷ്യത്തിന് വളരെ മാന്യമായിട്ട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞു, നിനക്ക് എന്നെ അറിയാലോ, നമ്മൾ ആരെയും അങ്ങനെ ദ്രോഹിക്കാറില്ല, ഒരു സിനിമയും ദ്രോഹിക്കില്ല. കാരണം ആ സിനിമ നിർമ്മിക്കുന്നതിനൊരു പ്രൊഡ്യൂസറുണ്ട്, അയാളാണ് പണം മുടക്കുന്നത്. മറ്റുള്ളവർക്കൊക്കെ കാശ് മേടിച്ച് പോയാൽ മതി. മിക്ക 95% നിർമ്മാതാക്കളും ഇവിടെ അധോഗതിയിൽ സഞ്ചരിക്കുന്നവരാണ്. അവർക്ക് ലാഭമുണ്ടെന്ന് പറയാൻ പറ്റില്ല. മുതൽ കിട്ടിയാൽ ഭാഗ്യം. ഇപ്പോഴത്തെ വലിയ വലിയ ആർട്ടിസ്റ്റുകൾ എന്താ, ഓരോ ഏരിയയും നമ്മളൊക്കെ ഓരോ ഏരിയയും പറഞ്ഞ് വില വാങ്ങുന്ന പോലെ ഇപ്പോൾ റെമ്യൂണറേഷൻ്റെ ഒപ്പം തന്നെ വിദേശത്തെ പങ്കിട്ട് മറ്റേ പങ്കൊക്കെ എഴുതി വാങ്ങുകയാണത്. ഗതികേട് കൊണ്ട് അവർ സമ്മതിക്കുന്നു. അവസാനം കണക്കുകൾ നോക്കുമ്പോഴോ നിർമ്മാതാക്കൾ പാപ്പരായി ജീവിക്കുന്നു, അല്ലേ? ഇവിടെ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറോ മറ്റുള്ളവർക്കോ നഷ്ടം വന്നിട്ടുണ്ടോ? ഇവിടെ അവർ ആസ്തി കൂടുകയല്ലാതെ കുറയുന്നില്ലല്ലോ. ഇപ്പോൾ നിങ്ങളീ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റുന്നത് മോഹൻലാലിൻ്റെ എമ്പുരാൻ മാത്രമല്ലല്ലോ. ഞങ്ങൾ മോഹൻലാലിൻ്റെ സിനിമകൾ നല്ലതാണെങ്കിൽ നല്ലത് വെച്ചാൽ നമ്മൾ ലോക പ്രശസ്തമായ ക്ലാസിക്കുകളോട് അങ്ങനെ ഉപയോഗിക്കാറില്ല. കാരണം നിങ്ങളീ പറയുമ്പോൾ തോന്നുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട വലിയ നിരൂപകർ പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറ്. കൃഷ്ണൻ സാർ ഒരു കഥയെയോ കവിതയോ നിരൂപണം ചെയ്യുമ്പോൾ അത് ക്ലാസിക് കഥകളും ഉപയോഗിച്ചാണ് ചെയ്യാറ്. അത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മളിതെങ്ങനെ എൻജോയ് ചെയ്തു, മറ്റുള്ളവരെങ്ങനെ എൻജോയ് ചെയ്യുന്നു, ഇതിൽ വർഗീയതയുണ്ടോ, ഇതിൽ മറ്റ് രാജ്യദ്രോഹപരമായ കാര്യങ്ങളുണ്ടോ, കുടുംബ ബന്ധങ്ങൾ വീണ്ടും ശിഥിലമാക്കുക, ഇതൊക്കെ നമ്മൾ നോക്കും. ഇതൊക്കെ നോക്കിയിട്ട് അതിനൊക്കെ കോട്ടം തട്ടുന്ന രീതിയിലാണ് സിനിമയെങ്കിൽ ഞങ്ങൾ അതിനൊക്കെ -പോയിന്റ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ ഇത് 200 കോടി ചിലവഴിച്ച സിനിമ 250 കോടി എമ്പുരാന് കിട്ടിയല്ലോ, ആരൊക്കെ എതിർത്താലെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ കൊടുത്ത 50 മാർക്ക് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആ സിനിമ മോശമായിട്ടുള്ളതല്ല. ഞാൻ അതിന് മൈനസ് ചെയ്യാൻ പറ്റുമോ മാർക്കുകളൊക്കെ മൈനസ് ചെയ്ത് എനിക്കതിൻ്റെ കാരണങ്ങളുണ്ട് എന്നുള്ളതാണത്. അതേപോലെ തന്നെയാണല്ലോ ലൂസിഫർ ഞാൻ 100 മാർക്ക് കൊടുത്തത്. അത് മോഹൻലാലിൻ്റെ സിനിമയാണ്, പൃഥ്വിരാജിൻ്റെ സിനിമയാണ്, ആശീർവാദിൻ്റെ സിനിമയാണ്, മുരളീഗോപി എഴുതിയാണ്. ഇത് തന്നെയാണ് ഇവരും ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആസ്വാദന നിലവാരവും കാഴ്ചപ്പാടും അനുസരിച്ചിട്ടായിരിക്കും ഞാൻ മാർക്ക് ഇടുക. അവിടെ എനിക്ക് മമ്മൂട്ടിയെന്നോ മോഹൻലാലെന്നോ പൃഥ്വിരാജെന്നോ ദിലീപെന്നോ വേറെ കുഞ്ചാക്കോ ബോബനെന്നോ അങ്ങനെ ഞാൻ നോക്കാറില്ല. എനിക്ക് കാരണം ഞാൻ പണം കൊടുത്തിട്ടാണ് സിനിമ ഇന്നേ വരെ ഇത്രയും എൻ്റെ സിനിമാ ജീവിതത്തിലുള്ള എൻ്റെ ജോലി തിരക്കുണ്ടെങ്കിലോ ഒരു
ഫ്രീ ടിക്കറ്റ് പോലും ഞാൻ സിനിമ പോലും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ പൈസ കൊടുത്ത് കാണുന്ന സിനിമ, ഞാൻ മാത്രമല്ല ഈ രാജ്യത്ത് ജനങ്ങൾ കാണുമ്പോൾ പൈസ മുതലായി എന്നെങ്കിലും പറയുന്നൊരു വാക്കുകളെങ്കിലും വേണ്ടേ? അതുകൊണ്ടാണത്. ഇപ്പം നിങ്ങളിപ്പോൾ പറഞ്ഞത് മസൂക്ക റിലീസ് ചെയ്തു, ഫസ്റ്റ് ഡേ ഞാൻ ഫാൻസിൻ്റെ ഇടയിൽ കണ്ട്, ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫാൻസുകാർ കാണേണ്ട നല്ല സിനിമകളാണ്. തനി കച്ചവട സിനിമകൾ ഫാൻസുകാർ കാണണമെന്നില്ല, അത് ഇവിടുത്തെ പ്രേക്ഷകർ വിജയിപ്പിച്ചോളും. അന്നും ഞാൻ പറഞ്ഞു, ഞാൻ കണ്ട തിയേറ്ററിൽ ഫാൻസുകാരുടെ ഷോ ആയിട്ട് പോലും അത് തിയേറ്ററിൽ ഫുള്ളായിരുന്നില്ല ഞാൻ കണ്ട തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ, ആ സിനിമ എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. മമ്മൂട്ടി മരണമാസമായിട്ടുള്ള അഭിനയിച്ചു പറഞ്ഞാൽ മമ്മൂട്ടി അസലായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി ചെയ്ത കാര്യങ്ങൾ ഇനി എൻ്റെ ശത്രുപക്ഷത്തുള്ള ആളാൻ ശരി, ആ റോള് ഇത്രയും മനോഹരമായി ചെയ്തു എന്നുള്ള സത്യമാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഞാനവിടെ മോഹൻലാലിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മോഹൻലാൽ ഇത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് മോഹൻലാൽ സംവിധാനം ചെയ്ത സിനിമയുടെ കാര്യമാണ്. അതും ഞങ്ങൾ മോശമാക്കി പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, മോഹൻലാൽ സംവിധാനം ചെയ്യേണ്ട സിനിമയായിരുന്നില്ല ഇത്. അതൊരു പാളിച്ച പറ്റിപ്പോയി. അതിലേക്ക് മോഹൻലാലിനെ നയിച്ചത്, പ്രേരിപ്പിച്ചത് ആരാണോ അതൊക്കെ അവർ തന്നെയാണ് ഉത്തരവാദി. കാരണം ഇത് എടുക്കാൽ പൊങ്ങാത്തൊരു സാധനമാണ് അതിൽ ചെയ്തത്, ഇല്ലേ? അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ മിനിമം ഗ്യാരണ്ടിയുള്ള പ്രേക്ഷകർ ഇഷ്ടപ്പെടാവുന്ന ഒരു സാധനം ചെയ്യേണ്ടിയിരുന്നു. അതെല്ലാ രസക്കൂട്ടുകളും മോഹൻലാൽ അറിയാം. മോഹൻലാൽ അഭിനയിച്ച സംവിധായകരുണ്ട്, മോഹൻലാലിൽ അഭിനയിച്ച സിനിമകൾ എഴുതിയ തിരക്കഥാകൃത്തുണ്ട്. അവരായിട്ട് ഡിസ്കസ് ചെയ്താലും ഒരു നല്ല ത്രെഡ് ഉണ്ടാക്കിക്കൊണ്ട് സാധാരണ അറ്റ്ലീസ്റ്റ് ഒരു സത്യൻ അന്തിക്കാട് ടൈപ്പ് സിനിമയെങ്കിലും മോഡൽ ചെയ്താലും മതിയായിരുന്നല്ലോ. എവിടെ എത്തിയാനെ? പ്രത്യേകിച്ച് ലാൽ എന്നുള്ള നടന് പ്രത്യേകിച്ച് ഫാൻസുകളുണ്ട്. അപ്പം അത് ചെയ്യാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ചെയ്തു, എന്തോ കാരണവശാൽ അത് നമ്മൾ പറയാതെ പറ്റില്ല. നമ്മളൊരു ജീവനുള്ള ശരീരം കാണുന്നു, ഡെഡ് ബോഡി കാണുന്നു, വ്യത്യാസമുണ്ട്. രണ്ടും ഒരാൾ തന്നെയാണ്. ഒരാൾ മരിച്ചു കിടക്കുന്നു, ഒരാൾ ജീവിച്ചിരിക്കുന്നു. ആ ഒരു ഫീലിംഗ് ആണ് പ്രേക്ഷകർക്കുണ്ടായത്. അവിടെ പ്രേക്ഷകരിൽ പലരുമാണ് മോഹൻലാൽ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ശരിയായില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ തുടരും എന്നാണ് പറഞ്ഞത്. തുടരും നല്ല സിനിമയാകട്ടെ. കാരണം തുടരും പോലൊരു സിനിമ ഒരു സിനിമയും പരാജയപ്പെടാൻ പാടില്ല. അവത്തെ ആ തുടരുമെന്നുള്ള സിനിമ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നിങ്ങളെപ്പോലെ ഞങ്ങളും കാത്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന ആദ്യ ദിവസം ഞാൻ ഈ സിനിമ ആദ്യം കാണും. കാരണം ഞങ്ങൾക്ക് അത് കണ്ടിട്ട് തന്നെ ഞങ്ങൾ പറയും, അവിടെ ലാല് പഴയ ലാലായി വരുമോ? പക്ഷേ ഈ തുടരും പറയുമ്പോൾ തന്നെ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് വേറെ ലാലിൻ്റെ സിനിമയുണ്ട്, സത്യനന്ദിക്കാടിൻ്റെ സിനിമ, കുറേ കാലത്തിന് ശേഷം. അപ്പം അതൊക്കെ വരുമ്പോൾ നമുക്ക് പഴയ ലാലിനെ തിരിച്ചു കിട്ടാൻ പുതിയ ലാലുണ്ടായിരിക്കും. അപ്പം ലാലിനെ നമ്മൾ ഒതുക്കാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല. ലാൽ അങ്ങനെ ഒതുക്കിയാലും ഒതുങ്ങാവുന്നൊന്നുമല്ല. കാരണം ഇപ്പോൾ സിനിമ ഉണ്ടാക്കുന്നത് പാരാ, ഈ 2-3 ആർട്ടിസ്റ്റുകളൊക്കെ കൂടിയിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. അവർ ഒരിക്കലും ഇവിടെ തൽക്കാലം ഔട്ടാവില്ല. അവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ചുകൊണ്ട്, അവർ സ്വന്തം കമ്പനി ഉണ്ടാക്കിക്കൊണ്ട് അവരിവിടെ സിനിമ നിർമ്മിക്കുന്നു മാത്രമുള്ളതാണിതിൽ. അപ്പോൾ അവർ തീരുമാനിക്കും എന്ത് വേണമെന്നുള്ളത്. ഇവിടെ ഞാനിപ്പോഴും പറയുന്നു, ബസൂക്കയെ പ്രത്യേകിച്ച് മമ്മൂട്ടിയെ ഞാൻ പൊക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ പൊക്കിയാലും, ഒരാളങ്ങനെ പൊക്കിയാലും അങ്ങനെ പൊങ്ങില്ല, പൊങ്ങേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 10, 45, 50 വർഷം താഴെയുള്ള അഭിനയ ജീവിതത്തിൽ അഭിനയം മമ്മൂട്ടിയെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, മോഹൻലാലിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ 2 പേരും അവരോടൊപ്പം പുതിയ ആൾക്കാരും അതിൻ്റെ മധ്യവർത്തികളായ നടന്മാരൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അവസരം കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. ഏറ്റവും ഉദാഹരണമായിട്ട് സുരാജ് വെഞ്ഞുമൂട് എടുക്കുക. വേറെ 3 പേര്, ഒരു കൊമേഡിയൻ, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് വന്നിരുന്നേ. ഇവിടെ കുറേ ചെയ്തു ഇല്ലേ? പേരറിയാത്തവർ അനിൽ അമ്പലക്കാർ ചെയ്ത സിനിമയ്ക്ക് ദേശീയ അവാർഡ് വാങ്ങിയില്ലേ? അവിടെ അഭിനയത്തിൻ്റെ വേറൊരു മുഖമല്ല കണ്ടേ. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്നു. തമിഴ് സിനിമയിൽ അഭിനയിച്ചപ്പോൾ തമിഴ് പ്രേക്ഷകരെ പ്രിയങ്കരനായി മാറിയിരിക്കുന്നില്ലേ? അപ്പോൾ അവസരങ്ങൾ കൊടുക്കുമ്പോൾ, വേണ്ടത്ര രീതിയിലുള്ള നല്ല കഥാപാത്രങ്ങൾ കൊടുക്കുമ്പോൾ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ളവരാരോ അവർ രക്ഷപ്പെടും, അവരെ തകർക്കാൻ പറ്റില്ല. അതിനെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് മമ്മൂട്ടിയോട് പ്രത്യേകിച്ച് സ്നേഹമോ, മോഹൻലാലിനോട് പ്രത്യേക വൈരാഗ്യമോ, ദിലീപിനോട് വൈരാഗ്യമോ, പ്രത്യേക സ്നേഹമോ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലെ പൈസ കൊടുത്ത് സിനിമ കാണുന്നു, അതെനിക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ കടയിൽ നിന്നൊരു സാധനം വാങ്ങി അത് വ്യാജ്യമാണെങ്കിൽ എന്താ, നമ്മൾ പരാതി പറയും, ഇത് ഒറിജിനലല്ല, ഇത് വ്യാജ്യനാണ് എന്നുള്ളത്. വ്യാജ്യനാകുമ്പോൾ എന്താ അറിയുക, നമ്മൾ പരാതി കൊടുക്കും. പരാതി കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അത് അന്വേഷിക്കേണ്ട ആൾക്ക് അന്വേഷിക്കും, പിടിച്ചെടുക്കേണ്ടതാണെങ്കിൽ പിടിച്ചിടും. പക്ഷെ ആ ഒരു സംസ്കാരം സിനിമയിൽ ഉണ്ടായിട്ടില്ല. സിനിമയിൽ ആ ഒരു സംസ്കാരം വരണം. നല്ല സിനിമകൾ
വെള്ളം ചേർക്കാത്ത സിനിമകൾ, മനുഷ്യ രാജ്യദ്രോഹപരമായ വിഷയം കൈകാര്യം ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ളൊരു സിനിമ വേണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എല്ലാവർക്കും ഇഷ്ടപ്പെടണം.